ഇവിടെ ഈ ലൈവില് എന്തിനാണ് എല്ലാം ലൈവ് ഇടുന്നത്? കാട്ടിക്കൂട്ടലാവാൻ പാടില്ല. ഒരു മക്കാമിൽ നമ്മൾ സിയാറത്ത് ചെയ്യുമ്പോൾ ഒരു ഉറൂസിനോടനുബന്ധിച്ച് അവിടുത്തെ ഒരു സിയാറത്ത് ഫോട്ടോ എടുത്തതോ അതല്ലെങ്കിൽ അവിടെ മൊത്തം പരിപാടിയുടെ വീഡിയോ ആയി അത് പകർത്തിയതോ ഞാൻ ആക്ഷേപിക്കുന്നില്ല. സിയാറത്തിന് പോകണപ്പോൾ നമ്മൾ തന്നെ ഒരു ലൈവും സെറ്റ് ചെയ്തിട്ട് പോകുക, എന്നിട്ട് നമ്മൾ തന്നെ ഇങ്ങനെ സിയാറത്ത് ചെയ്യുമ്പോൾ കൂടെയുള്ള മുത്താലിമിനെ കൊണ്ട് ഇങ്ങനെ വീഡിയോ പിടിപ്പിക്കുക, എന്നിട്ട് നമ്മൾ അവിടെ ചൊല്ലുന്നതും പറയുന്നതും മുഴുവൻ ഇങ്ങനെ സിയാറത്തിൽ ഫുലാൻ ഇബ്നു ഫുലാൻ ഇന്നോടത്തെത്തി എന്ന് പറഞ്ഞിട്ട് യൂട്യൂബിൽ പ്രചരിപ്പിക്കുക. ഇത് വേണോ? ഇതെന്തിനാ? കാട്ടിക്കൂട്ടലുകളിലേക്ക് എങ്ങനെ ഈ പണ്ഡിതന്മാർ തരം തന്നു പോയത്? സിയാറത്ത് അത് നമ്മൾ നിർവഹിക്കണം, അത് അതിൻ്റെ അതബിലും ചിട്ടയിലും നിർവഹിക്കണം. നമ്മളൊക്കെ സിയാറത്തിന് പോകുമ്പോൾ അതിങ്ങനെ ലൈവ് എടുക്കുക, എന്നിട്ട് നമ്മൾ അവിടെ ഓരോന്ന് പറയാം, അത് മുഴുവൻ ലൈവിലാക്കിയിട്ട് ഇങ്ങനെ വിടുക. ഇതുകൊണ്ട് എന്താണ് ഈ ഉമ്മത്തിന് ഖൈറുള്ളത്? ഞാൻ ചില സൂചനകൾ പറഞ്ഞു എന്ന് മാത്രം, ആലിമീങ്ങളോടാകുമ്പോൾ അത്ര മതി. അതുകൊണ്ട്